ഭയങ്കര ഫ്രീയാണ്. കംപ്ലൈൻ്റ് ആയതാണ് കണ്ടോ. ആകെ പോയി റാക്ക് ഫുൾ തുരുമ്പായി പോയിട്ടാ. പുതിയ ബോക്സ് മേടിച്ചിട്ടുണ്ട്, മാറ്റാനുള്ള ബോക്സ് മേടിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, റിപ്പയറിൻ്റെ കാര്യമില്ല. പിന്നെയും പറഞ്ഞാൽ പിന്നെയും പറഞ്ഞ അനങ്ങാതിരിക്കുന്ന സാധനമാണ്. വേണ്ട ഒട്ടാനൊക്കെ ഉണ്ടാവില്ല. ഇതൊക്കെ അതുപോലെ പോയി വാക്കിൻ്റെ പ്ലേ ഉണ്ടോ അപ്പുറത്തേക്ക് അപ്പം ചേഞ്ച് ചെയ്യണം. റിപ്പയറായിട്ട് കാര്യമില്ല, ഫുള്ള് മാറ്റിക്കളയാൻ പോകും. കാട്ടിക്കളഞ്ഞു. ഇത്രയും മോശം കണ്ടീഷനിൽ റാക്കുമ്പോൾ വരെ മാറിയില്ല കേട്ടോ. ഭയങ്കര മോശമായിരുന്നു. കുറച്ച് ഗ്രീസ് നൈസായിട്ട് അധികം വേണ്ട വേണ്ട. നമ്മൾ അഴിക്കൽ കണ്ടുകൊണ്ട് വെച്ചു. ടൈറ്റിക്ക് മാക്സിമം കൈ കൊണ്ട് എന്ത് ചെയ്യാം. ഇല്ലെങ്കിൽ ബോൾട്ടിൻ്റെ ത്രെഡൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നേരെ ക്രോസിൻ്റെ അടുത്ത് കയറ്റുക. നമ്മൾ ഇത്രയും മോശാവസ്ഥയിലുള്ള സ്റ്റീറിംഗ് ബോക്സ് ഒന്നും മാക്സിമം പണിയാതിരിക്കുന്നതാണ് പെട്ടെന്നുണ്ടാവും. കാര്യം പണിത് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പണിയേണ്ടി വരും. ഏകദേശം ബോക്സ് മാറുന്ന കാശിന് പിന്നെയും പണി വരുമ്പോഴത്തേക്കാവും, 2 പ്രാവശ്യം കൂടെ വരുമ്പോഴേ. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇത്രയും മോശാവസ്ഥയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ബോക്സ് ചേഞ്ച് ചെയ്യാം. നമ്മൾ ഈ അറ്റത്ത് റാക്കിൻ്റെ ബുഷ് ഉണ്ടല്ലോ, ഈ അറ്റത്ത് റാക്കിൻ്റെ ബുഷ് നമുക്ക് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് എടുത്താലും ഓക്കെ. പക്ഷേ ഇത് 2 സൈഡും നല്ല പ്ലേ ആണ്. ഈ സൈഡും പ്ലേ ആണ്, അതുപോലെ റാക്ക് ബുഷും പ്ലേ ആണ്. പിനിയൻ ബെയറിങ്ങും പോയിട്ടുണ്ട് കണ്ടോ. ഇത്രയും മോശവസ്ഥയിലായെന്നുണ്ടെങ്കിൽ പിന്നെ റാക്ക് ഫുൾ തുരുമ്പാണ്. എനിക്ക് പോളിഷ് എടുത്താലും ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. സ്റ്റീറിംഗ് ടൈറ്റ് അങ്ങനത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇത്രയും മോശം കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ സ്റ്റീറിംഗ് ബോക്സ് മാറിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ.